ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീട്ടിലെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നാളെ എക്സാമാണ്, മാത്സ് എക്സാം. അപ്പം ഒരു പ്രീവിയസ് ഡേത്തെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ബാക്കി സബ്ജക്ട്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാത്സിന് അത്യാവശ്യം പഠിക്കാൻ ടൈം ഉണ്ടായിരുന്നു. ഒരു 5 to 6 days കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ പഠിക്കായിരുന്നുണ്ടായിരുന്നത്. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. അന്ന് കെമിസ്ട്രി എക്സാം എഴുതി വന്ന് 2 ദിവസം അതിൻ്റെ ഹാങ് ഓവർ മാറാൻ വേണ്ടി എടുത്തു. പിന്നെ 2 ദിവസം വെറുതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ഇങ്ങനെയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നമുക്ക് 13 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അപ്പം ഇന്നലെ മുതൽ പഠിക്കായിരുന്നപ്പോൾ കുഴപ്പമില്ല. കുറച്ച് അത്യാവശ്യം കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരുന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓരോ കോൺസെപ്റ്റ്സൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം മോഡൽ എക്സാമിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചു പോയി അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയുക, കുറച്ച് ഈസി ആയിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ വെറുതെ ഇങ്ങനെ ദിവസം കളഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാ എക്സാംസും മോഡൽ പാറ്റേൺ വേറെ, പബ്ലിക് പാറ്റേൺ വേറെ, അങ്ങനെയല്ല. അപ്പം മാത്സ് നമുക്ക് ആ ഒരു ലെവല് ജസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്ത് പോകണം. അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതാണ് കാരണം. ഈസി എന്ന് വിചാരിച്ച് പോയാൽ ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പല ടൈപ്പുകളായിരിക്കും. പക്ഷേ മാത്സ് എന്നാലും ബാക്കി സബ്ജക്റ്റ് നോക്കുമ്പം അങ്ങനെ ടഫായി ചോദിക്കാനും ഇല്ല, അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണല്ലോ. ബിക്കോസ് നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് കൂടുതൽ NCERT ക്വസ്റ്റ്യൻസും നോക്കണം എന്നൊക്കെ പറയും. അപ്പം കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ മാത്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്നും പഠിക്കാത്തവർ പോലും ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ട LPPത്തെ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം. ബിക്കോസ് അതെന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ 99% എന്തായാലും എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. പിന്നെ ഡിറ്റർമിനൻസിലെ മറ്റേ സോൾവിങ് ഇക്വേഷൻ ഉണ്ടല്ലോ, അതും 6 മാർക്കിന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് രണ്ടും നല്ല രീതിക്ക് പഠിച്ചാൽ തന്നെ 12 മാർക്ക് നമുക്ക് കിട്ടൂലേ. പിന്നെ അത് കൂടാതെ എന്താ പറയുക, മെട്രിക്സിൻ്റെ മറ്റേ ഒരു സ്ക്യൂ ആൻഡ് സിമെട്രിക്, അതിന് സമ്മായിട്ട് ചെയ്തതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതൊക്കെ പ്രീവിയസിൽ നോക്കിയപ്പം സെയിം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നലെ ഒരു 12:30 രാത്രി മുതൽ പഠിക്കാൻ ഇരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിച്ചത് മറ്റേ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആയിരുന്നു. അപ്പം അത്യാവശ്യം വെയിറ്റേജുള്ള ചാപ്റ്ററാണല്ലോ, ഏകദേശം 7 to 8 വരെയൊക്കെ വരുന്നുണ്ടാവും. അപ്പം അതിൽ മറ്റേ മാക്സിമ, മിനിമ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പഠിച്ച് കോൺസെപ്റ്റ് വൈസ് ഫുൾ സെറ്റാക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 3Dയും പിന്നെ വെക്ടറും നോക്കിയിട്ടുണ്ടായിരുന്നു. 3D കമ്പാരിറ്റീവ്ലി മാർക്ക് കുറവാണ്, ഒരു 3 to 4 വരെ എക്സ്പെക്റ്റ് ചെയ്യാം, അത്രേ ഉണ്ടാകത്തുള്ളൂ. എന്നാലും കുഴപ്പമില്ല. അതിൽ മറ്റേ കാർട്ടീഷ്യൻ ഇക്വേഷനും പിന്നെ എന്തായിരുന്നു വെക്ടർ ഇക്വേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഡിസ്റ്റൻസ് ഫോർമുല അങ്ങനത്തെ ഒക്കെ പഠിച്ചാൽ തന്നെ ആ ചാപ്റ്റർ സെറ്റാണ്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെക്ടറിലാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ വെക്ടറിൽ വന്നിട്ട് പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും, പ്രൊജക്ഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പിന്നെ മറ്റേ ആംഗിൾ കാണുന്ന 2 വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ, പിന്നെ ക്രോസ് പ്രോഡക്റ്റ്, ബാക്കി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കിയാൽ തന്നെ നമുക്ക് ആ ചാപ്റ്റർ ഫുൾ സ്കോർ ചെയ്യാം. പിന്നെ ഇതുവരെയായിട്ട് +2 എക്സാംസ് എഴുതിയിട്ട് മാത്സിൽ ഞാൻ വല്ലാതെ ഒരു മൈൻഡ് ചെയ്യാത്തൊരു ചാപ്റ്റർ ആയിരുന്നു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. വല്ലാതെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാറില്ലായിരുന്നു. അപ്പം എനിക്കൊരു ടഫായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു, കാരണം പഠിക്കാനും ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെ മാറ്റി വെച്ച ചാപ്റ്റർ ആയിരുന്നു. അപ്പം വെറുതെ ഒന്ന് എടുത്ത് നോക്കി ഒരു ക്ലാസ്സും കണ്ടിട്ട് സൈലത്തിൻ്റെ ക്ലാസ് കണ്ടിട്ട് പഠിച്ചു. പക്ഷേ സത്യം പറയാമല്ലോ, നല്ല സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ കൂടുതലും ഒരു 3 to 4 വെയിറ്റേജ് വരുന്നുണ്ടാവുക. അപ്പം എന്താ പറയുക, കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പം ഞാൻ 2024 23 പേപ്പർ എടുത്ത് നോക്കിയപ്പം ചില ക്വസ്റ്റ്യൻസൊക്കെ ഒരേപോലെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ജസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മാത്സ് നമ്മൾ കുറച്ചൊന്ന് ഇഷ്ടത്തോടെ പഠിച്ചാൽ സെറ്റായിട്ട് പഠിക്കാൻ പറ്റും. എനിക്ക് മാത്സ് ഇപ്പം മോഡൽ എക്സാം എഴുതി കഴിഞ്ഞുകൊണ്ട് ഇപ്പം പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഇതുവരെ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇപ്പം ഏകദേശം നല്ല കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മെട്രിക്സും LPP ഒക്കെ കുറച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി മെയിൻ പ്രശ്നം വെച്ചാൽ എനിക്കൊന്ന് പോയി കുറച്ച് നേരം പോയി ഉറങ്ങണം. അതിൻ്റെ ശേഷമായിരിക്കും ഇനി ബാക്കി ചാപ്റ്റേഴ്സൊക്കെ നോക്കുന്നുണ്ടാവുക. ഇപ്പോൾ +2 വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് മറ്റേ ഇൻ്റഗ്രൽസും കണ്ടിന്യൂസും ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ ആയാലും, അപ്പോൾ അത് ഫസ്റ്റ് തന്നെ പഠിക്കാതിരുന്ന പിന്നെ അത് മാത്രം നമ്മൾ പഠിക്കുന്നുണ്ടാവുള്ളൂ, കാരണം കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സൊക്കെ സെറ്റാക്കിയിട്ട് രാത്രി അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റിയും പിന്നെ അതുപോലെ ഇൻ്റഗ്രൽസും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ മുന്നേ നോക്കിയൊരു ഓർമ്മയുണ്ട്. പിന്നെ അതിലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ട്.
അപ്പം അത് രാത്രികൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്, പക്ഷേ എന്നാലും റിലേഷൻ ഫങ്ഷൻസ് ഉണ്ട്, അതൊക്കെ പഠിക്കാൻ ചെറിയൊരു മടിയായിട്ട് മാറ്റി വെച്ച ചാപ്റ്ററാണ്. അപ്പോൾ അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇരുന്നിട്ട് ഏകദേശം ഒരു 5 to 6 ചാപ്റ്റേഴ്സ് നല്ല രീതിക്ക് കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി കുറേ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ ചെയ്താൽ നല്ല മാർക്കൊക്കെ മേടിക്കാമെന്നൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ മാത്സിൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കിട്ടും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കുക. കാരണം നമുക്ക് ഇത് എന്താ പറയുക, ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെ കുറേ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കുറേ പ്രാക്ടീസ് ചെയ്യുക, അത് നമ്മൾ അത്യാവശ്യം നല്ല മാർക്കിലോട്ട് ലീഡ് ചെയ്യും. അപ്പോൾ നിങ്ങളതൊക്കെ എവിടെയൊക്കെ എത്തി എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് നല്ല അടിപൊളി എക്സാം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം ഇതുവരെ എഴുതി നമ്മൾ നിരാശപ്പെടുത്തിയൊരു രീതിയായിരുന്നല്ലോ. പക്ഷേ മാത്സ് സിമ്പിളാവട്ടെ. അപ്പോൾ എനിവേ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.